പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷ പഠനത്തിലാണ്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 30 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആഴമായ ദൈവിക സത്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ഇപ്പോൾ ഒരു തവണ കേട്ടാൽ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ പല തവണ കേട്ട് നമ്മൾ ഈ വചനം ആഴമായിട്ട് പഠിക്കണം. അങ്ങനെ പഠിച്ചാലുള്ള ഒരു ഗുണം നമുക്ക് ദൈവവചനത്തിൻ്റെ ആ ആഴവും പരപ്പും മനസ്സിലാവുക മാത്രമല്ല, കർത്താവിൻ്റെ ശക്തി വചനത്തിലൂടെ നമ്മൾ ഇന്നറിയും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങളെല്ലാം തിമോത്തിയോട് പൗലോസ് എന്താ പറഞ്ഞത്? ദൈവനിശ്വാസിതമാണ്. ഗോഡ് ബ്രീത്ത് ചെയ്തതാണ്, ദൈവം ബ്രീത്ത് ചെയ്തതാണ്, അങ്ങനെ പറയുന്നത്. ദൈവനിശ്വാസിതം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ നിശ്വാസം എന്ന് പറഞ്ഞ പോലെ ആ ബ്രത്ത്, ആ കാറ്റ്, ആ റൂഹ ഈ വാക്കിലുണ്ട്. അതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെ അത്രയും ഗൗരവത്തോടെ വായിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് ഈ ബ്രെഡ് സെക്ഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് അടുത്തൊരു എപ്പിസോഡ് മർക്കോസ് 7:31 മുതൽ, അതും ഒരു വിജാതീയന് കൊടുക്കുന്ന സൗഖ്യമാണ്. സീറോ ഫെനീഷ്യ സ്ത്രീ വിജാതീയ സ്ത്രീയാണ്. അടുത്തത് ബധിരനും ഊമനുമായ ഒരു മനുഷ്യന് കർത്താവ് സൗഖ്യം കൊടുക്കുകയാണ്. അതും വിജാതീയരുടെ സ്ഥലത്ത് വെച്ചാണ്. നമുക്കത് വായിക്കാം. 31-ാമത്തെ വാക്യം. അവൻ ടൈർ പ്രദേശത്ത് നിന്ന് പുറപ്പെട്ട് സീദോൻ കടന്ന് ദെക്കപ്പോളീസ് പ്രദേശത്തു കൂടെ ഗലീലി കടൽ തീരത്തേക്ക് പോയി. ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈകൾ വെക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു. തുപ്പല് കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫാത്താ, തുറക്കപ്പെടട്ടെ. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു. അവൻ സ്ഫുടമായി സംസാരിച്ചു. ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരെ വിലക്കി. എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവർ അത് പ്രഘോഷിച്ചു. അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു, അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. ബധിരർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംസാരശക്തിയും നൽകുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം. മർക്കോസിൽ 8-ാം അധ്യായത്തിൻ്റെ ഈ ബ്രെഡ് സെക്ഷൻ കഴിയുന്നത് വരെ കർത്താവ് ഇതൊന്നും ആരോടും പറയരുതെന്ന് പറയും. മനസ്സിലായോ? അതായത് ബ്രെഡ് സെക്ഷൻ കഴിഞ്ഞ് ഈ ഈശോ രൂപാന്തരപ്പെടും. അത് കഴിയുന്നവരെ ഈശോ കർത്താവ് പറയും, ഇത് ആരോടും പറയരുതെന്ന് പറയും. എന്തിനെന്നറിയാം? ഈ മർക്കോസ് 16-ലെത്തുമ്പോഴേ, മർക്കോസ് 8 തീരുമ്പോഴേക്കും പത്രോസ് പറയും, ആരാണ്? നീ ദൈവമാണ്. 16-ലെത്തുമ്പോൾ ഒരു വിജാതീയം പറയും, നീ ദൈവമാണ്. യഹൂദർക്കും വിജാതീയർക്കും ഒരുപോലെ യേശു ദൈവമാണെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് നിങ്ങൾ പറയാവൂ, അല്ലാതെ വേറൊന്നും പറയരുത്. ദൈവമാണെന്നാണ്, അതാണ് പറയേണ്ടത്. അതല്ലേ ഈ സുവിശേഷത്തിൻ്റെ, ദൈവപുത്രനായ യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. അങ്ങനെ പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പം മർക്കോസിന് നമ്മളെ എന്താ ബോധ്യപ്പെടുത്തേണ്ടത്? യേശു ഒരു അത്ഭുത പ്രവർത്തകനല്ല. യേശു ആരാണ്? ദൈവമാണ്. അതെപ്പോഴും മനസ്സിൽ ഇത് വായിക്കുമ്പോൾ ഉണ്ടായാലേ നമുക്കിതിൻ്റെ അർത്ഥം മനസ്സിലാവും. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, ആരോടും പറയരുത്, ആരോടും പറയരുത് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ബ്രെഡ് സെക്ഷൻ്റെ അടുത്ത ഭാഗത്ത് രണ്ടാമത് ഒരു വിജാതീയനെ സുഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ഹീലിംഗ് നടക്കുന്നത് എവിടെയെന്നറിയാമോ? നമുക്ക് ഈ 31-ാമത്തെ വാക്യം വായിക്കാം. 7:31. അവർ ടൈർ പ്രദേശത്ത് നിന്ന് പുറപ്പെട്ട് സീദോൻ കടന്ന് ദെക്കപ്പോളീസ് പ്രദേശത്തുകൂടെ ഗലീലി കടൽ തീരത്തേക്ക് പോയി. ഈ ടൈർ, ഇത് കേട്ടോണേ, ഇത് ശരിക്കും ഇതെല്ലാം ഓരോന്നും ശ്രദ്ധിക്കണം. ടൈർ പ്രദേശത്ത് നിന്ന് പുറപ്പെട്ട് സീദോൻ കടന്ന് ദെക്കപ്പോളീസ് പ്രദേശത്തൂടെ ഗലീലി കടൽ തീരത്തേക്ക് പോയി. ഇപ്പം നമുക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ, കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട് എറണാകുളം കടന്ന് കോഴിക്കോട് കടന്ന് കാസർഗോഡ് എത്തി. ഒരു സെൻറ്റൻസാണ്, പക്ഷെ കേരളം മുഴുവൻ സഞ്ചരിച്ചു. അപ്പോൾ വിജാതീയരുടെ മുഴുവൻ സ്ഥലത്തും പോയി എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. അല്ലാതെ 2-3 കിലോമീറ്റർ പോയി നിങ്ങൾ മനസ്സിലാക്കരുത്. ദ ഹോൾ ടെറിട്ടറി ഓഫ് ദ ജെൻറ്റൈൽസ് ക്രോസ് ചെയ്തു, എല്ലാ സ്ഥലത്തും പോയി.
അതൊരു ഉദ്ദേശമുണ്ട്. വിജാതീയർക്ക് വെളിപ്പെടുത്തുകയാണ്. ഇനി വിജാതീയരുടെ ഈ സ്ഥലത്ത് വെച്ച് അപ്പം വർദ്ധിപ്പിക്കും, വെളിപ്പെടുത്തും. അപ്പത്തെക്കുറിച്ച് വെളിപാട് കൊടുക്കും, ദൈവമാണെന്ന് വെളിപ്പെടുത്തും. വിജാതീയ സ്ഥലങ്ങളിൽ മുഴുവൻ പോയെന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. സീദോൻ കടന്ന് ദെക്കപ്പോളീസ് പ്രദേശത്തൂടെ ഗലീലി കടൽ തീരത്തേക്ക് പോയി. ദെക്കപ്പോളീസ് എന്ന് പറഞ്ഞാൽ 10 നഗരങ്ങൾ ചേർന്ന സ്ഥലം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ദെക്കപ്പോളീസ് 10 നഗരങ്ങൾ ചേർന്ന 10 cities, അതിൻ്റെ ഒരു കൊഗ്ലോമറേറ്റ്, അതിൻ്റെ ഒരു ആകത്തുകയാണ് ദെക്കപ്പോളീസ്. നിങ്ങൾ മർക്കോസ് ശരിക്കും എൻ്റെ കൂടെ പഠിച്ച് വന്നെങ്കിൽ ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ സ്ഥലത്തൊരു മിഷണറി ഉണ്ട്, ഓർക്കുന്നുണ്ടോ? ഈ സ്ഥലത്തൊരു മിഷണറി ഉണ്ട്. ആരാത്? ഈ സ്ഥലത്തൊരു വിജാതീയ മിഷണറി ഉണ്ട്, അറിയാവോ? ഗരസേനരുടെ നാട്ടിലെ പിശാച് ബാധിതൻ, ഓർക്കുന്നുണ്ടോ? അവനിൽ നിന്ന് ഒരു ലീജിയൻ പിശാചുക്കളെ പുറത്താക്കിയിട്ട്, ലെഗിയോൺ പുറത്താക്കിയിട്ട് അവനെ ഈ ദെക്കപ്പോളീസ് പ്രദേശത്തെ മിഷണറിയാക്കി മാറ്റി. നമ്മൾ കണ്ടതാണ് മർക്കോസിൽ. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ പിശാച് ബാധിതന് സൗഖ്യം കിട്ടിയതിന് ശേഷം അവൻ സുവിശേഷം പറയുന്നത് ഈ ദെക്കപ്പോളീസ് പ്രദേശത്താണ്. അപ്പോൾ ഓൾറെഡി യേശുവിനെ കുറിച്ച് ഇവൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. യേശു ആരാണെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവൻ മിഷണറിയാണ് അവിടുത്തെ. അവിടാണ് കർത്താവ് ചെല്ലുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മർക്കോസ് 5:17 ആദ്യം യേശു അവിടെ ചെന്നപ്പോൾ, കേട്ടാൽ മതി, ആദ്യം അവിടെ യേശു ചെന്നപ്പോൾ അവർ പറഞ്ഞു, നീ ഇവിടം വിട്ട് പോണം. എന്താ കാര്യം? പന്നികൾ ചത്തു. ഓർക്കുന്നുണ്ടോ ഇതൊക്കെ? പന്നികൾ ചത്തു. അവർ പറഞ്ഞു, നീ വേഗം ഈ സ്ഥലം വിട്ട് പോണം. എന്നാൽ ഇത്തവണ അവൻ വരുമ്പോൾ അവർ ഹൃദയം തുറന്ന് യേശുവിനെ സ്വീകരിക്കുകയാണ്. എന്താ വ്യത്യാസം? അതൊരു മിഷണറി ചെയ്ത വ്യത്യാസമാണ്. ദേശങ്ങളെ കീഴടക്കാൻ, ദേശത്ത് മിഷണറിമാർ കാലുകുത്താൻ ദൈവം ഇടയാക്കണം. ഹല്ലേലൂയാ! മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദേശങ്ങൾ കീഴടങ്ങുന്നത്, ഒരു കാലത്ത് യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞൊരു ജനതയാണിത്. ഒരു കാലത്ത് യേശുവിനെ വേണ്ട എന്ന് ഉച്ചസ്വരത്തിൽ ഉദ്ഘോഷിച്ച ഒരു ജനമാണിത്. ആ ജനം പറയുകയാണ്, ഇപ്പം നീ ഇവിടുന്ന് പോവല്ലേ, അവനെല്ലാം നന്നായിട്ട് ചെയ്യുന്നു, അവൻ അന്ധർക്ക് കാഴ്ച, ബധിരർക്ക് കേൾവി, ഊമർക്ക് സംസാരശേഷി കൊടുക്കുന്ന ദൈവമാണ്. കണ്ടോ വ്യത്യാസം വന്ന? കണ്ടോ എന്താ വ്യത്യാസം വന്നത്? ദേശങ്ങൾ കീഴടങ്ങുന്നത് മിഷണറിമാർ കാലുകുത്തുമ്പോഴാണ്. ഒരു സുവിശേഷകൻ കാലുകുത്തിയ സ്ഥലം സുവിശേഷത്തിൻ്റെതായിട്ട് മാറും. അതുകൊണ്ട് സുവിശേഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മിഷണറിമാർ കാലുകുത്താൻ പ്രാർത്ഥിക്കണം. കേരളത്തിൽ മാത്രമല്ല, ഗ്രാമങ്ങളിൽ, സൗത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ, നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ, വിദൂര സ്ഥലങ്ങളിൽ, ചൈനയിൽ, ജപ്പാനിൽ, ഏഷ്യ ഭൂഖണ്ഡത്തിൽ, അമേരിക്കയിൽ, ഓസ്ട്രേലിയയിൽ എല്ലാം കർത്താവിൻ്റെ ആത്മാവ് നിറഞ്ഞ മിഷണറിമാർ കാലുകുത്താൻ പ്രാർത്ഥിക്കണം. മിഷണറിമാർ കാലുകുത്തുമ്പോൾ ദേശം കർത്താവ്. ഫ്രാൻസിസ് സേവ്യർ കാലുകുത്തിയുണ്ട് ഈ തീരം മുഴുവൻ യേശുവിൻ്റെതായി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അവിടെ ഒരു മിഷണറി ഉണ്ടായിരുന്നു, ഒരു പിശാച് ബാധിതൻ. അവൻ ടൈ പ്രദേശത്ത് നിന്ന് പുറപ്പെട്ട് സീദോൻ കടന്ന് ദെക്കപ്പോളീസ് പ്രദേശത്തു കൂടി ഗലീലി കടൽ തീരത്തേക്ക് പോയി. ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈകൾ വെക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലിട്ടു. അപ്പോൾ ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനും ഒരുവനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. മറ്റേത് അവൻ്റെ അടുത്തു നിന്ന് ആളുകളെ മാറ്റിക്കൊണ്ടുവരുന്ന ആളുകളാണ്, അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അവൻ്റെ മേൽ കൈ വെക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. കണ്ടോ, കൈ വെക്കണം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീസസ് വാസ് ടു ഫിസിക്കൽ. എപ്പോഴും കൈ നീട്ടി അവനെ തൊട്ടു. അല്ലെ, കുഷ്ഠരോഗിയെ, രക്തസ്രാവക്കാരി തൊട്ടപ്പോൾ തിരിഞ്ഞിട്ട് പറഞ്ഞു, ആരാ എന്നെ തൊട്ടത്? കർത്താവ് എപ്പോഴും ഹി വാസ് ടു ഫിസിക്കൽ. എന്തെന്നറിയാതെ ഇന്നും കർത്താവ് അങ്ങനെയാണ്. അല്ലാതെ അന്തരീക്ഷത്തിൽ കൂടെ അല്ല കർത്താവ് സുഖപ്പെടുത്തുന്നത്. ഈ ഓൾവേസ് യൂസസ് എ മീഡിയം. അവൻ എപ്പോഴും ഒരു മീഡിയം ഉപയോഗിക്കുന്നുണ്ട് തൊടാൻ. അന്നവൻ കൈ കൊണ്ടാണ് തൊട്ടതെങ്കിൽ ഇന്നവൻ കുർബാന കൊണ്ടാണ് തൊടുന്നത്. അന്നവൻ കൈ കൊണ്ടാണ് തൊട്ടതെങ്കിൽ ഇന്നവൻ കുമ്പസാരക്കൂട് ഉപയോഗിച്ചാണ് തൊടുന്നത്. അന്നവൻ കൈ കൊണ്ടാണ് തൊട്ടതെങ്കിൽ ഇന്നവൻ ഈ അനോയിൻറ്റിങ് ഓയിൽ കൊണ്ടാണ്, തൈലം കൊണ്ടാണ് തൊടുന്നത്. മനസ്സിലായി? സാക്രമെൻറ്റാലിറ്റിയാണ് ഇത്, സാക്രമെൻറ്റാലിറ്റി.
ജീസസ് ഈസ് ഓൾവേസ് യൂസിങ് എ മീഡിയം. മനസ്സിലായോ? എന്തിന്? കൊച്ചിൻ്റെ മേൽ വെള്ളം ഒഴിച്ചാൽ കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കുമോ? ജീസസ് ഈസ് യൂസിങ് എ മീഡിയം. സാക്രമെൻ്റാണത്, സാക്രമെൻ്റ്. കൂദാശ പിടിയിട്ടുന്നോ? അവൻ കൈ നീട്ടി തൊട്ടു. അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് എന്ത് ചെയ്തു? കർത്താവ് അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. ഇതൊക്കെ കേട്ടോണം ഈ വാക്കുകളെ. അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു, തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു, സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് പറഞ്ഞു എഫാത്ത. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ അറിയോ? 7 കാര്യങ്ങൾ ഈ ചെവി കേൾക്കാത്തവൻ്റെ അടുത്ത് കർത്താവ് ചെയ്യുന്നുണ്ട്. ഓരോന്നും ശ്രദ്ധിച്ചോ. 7 കാര്യങ്ങൾ. കർത്താവ് ഇങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ ഒരു ഡയമെൻഷനിലല്ല കർത്താവ് ഇടപെടുന്നത്. അതെപ്പോഴും ശ്രദ്ധിച്ചോണം. ഇങ്ങനെ സംസാരിക്കുക മാത്രമല്ല. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഇത് ഒരു കേൾവിയിൽ മാത്രമല്ല ഇടപെടുന്നത്. ഈ വചനം പോയി തൊടും, ചിന്തകളിൽ ഇടപെടും, അബോധങ്ങളിൽ ഇടപെടും, അന്തരീക്ഷത്തിൽ ഇടപെടും, ഇരിക്കുന്ന റൂമിൽ ഇടപെടും, അവിടെയുള്ള വസ്തുക്കളിൽ ഇടപെടും. യേശു എപ്പോഴും ഇടപെടുന്നത് ശ്രദ്ധിച്ചോണം. ഒരു ലീനിയറായ രീതിയിലല്ല, അത് മൾട്ടി ഫാസറ്റഡ് ആണ്. അത് പല രീതിയിലാണ് കർത്താവിൻ്റെ ഇടപെടൽ. അതുകൊണ്ട് ഒരാളുടെ അടുത്ത് അവനെ സുഖപ്പെടുത്താൻ ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, മാറട്ടെ പറഞ്ഞാൽ പോരെ. പക്ഷേ 7 കാര്യം ചെയ്തു ഇവിടെ അവൻ്റെ അടുത്ത്. എന്തൊക്കെയാണത്? ഒന്ന്, അവനെ മാറ്റി നിർത്തി. ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. അതെന്തിനാ? ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയാ. ഒന്ന്, തുപ്പൽ കൊണ്ട് ഇനി അവൻ്റെ നാവി തൊടും, ചെവിക്കകത്ത് വിരലിടും. ആളുകൾ പറയും ഇങ്ങനെയൊക്കെ എന്തിനാ കാണിക്കുന്നേ? അവർക്ക് മനസ്സിലാവാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് മാറ്റി നിർത്തി. 2, ചില എൻവയോൺമെൻറ്റുകൾ, ചില സ്ഥലങ്ങൾ ചില സൗഖ്യത്തിന് പറ്റിയതല്ല, അതുകൊണ്ടൊരു വേറൊരു ലൊക്കേഷനിലോട്ട് കൊണ്ടുപോയി. അങ്ങനെയുണ്ട്. ചില കാര്യം സംഭവിക്കുന്നത് അത് എന്തെന്നറിയാമോ? ഈ ചില പ്രത്യേക ദിവസങ്ങൾ, ചില പ്രത്യേക സ്ഥലങ്ങൾ നിങ്ങളിൽ ആത്മാവിനെ വളർത്തും. ഫൗസ്റ്റീനായിക്ക് ഈ പ്യൂരിറ്റി ഓഫ് ദ ഫ്ലഷ് അത് കർത്താവ് കൊടുക്കുന്ന ഒരു ദുഃഖവെള്ളിയാഴ്ച ദിവസമാണ്. ശരീരത്തിൻ്റെ വിശുദ്ധി കൊടുക്കുന്നത് ദുഃഖവെള്ളിയാഴ്ചയാണ്. കണ്ടോ? ഒരു ദിവസം. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ്. ചിലപ്പോൾ ആത്മാവ് പ്രേരിപ്പിച്ച ഒരു സ്ഥലത്ത് കൊണ്ടുപോകും. ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ഒരു അനോയിൻറ്റിങ്. അതുകൊണ്ട് അത്തരം പ്രേരണകളെ നിസ്സാരമാക്കരുത്. ഇപ്പോൾ മലയാറ്റൂർ പോയാലേ ഇത് കിട്ടുമോ എന്ന് ചിന്തിക്കരുത്. പോകാൻ്റെ പ്രേരണ കിട്ടിയാൽ പൊക്കോണം. മനസ്സിലാവുന്നോ? അത് ദൈവത്തിൻ്റെ ഇടപെടലുകൾ അങ്ങനെയാണ്. ചില ലൊക്കേഷൻസ് കർത്താവ് ചിലതിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ TV മാത്രം ഈ വചനം കേൾക്കാമെന്ന് വിചാരിക്കരുത്. ഇടയ്ക്ക് മൗണ്ട് കാർമലിൽ വരികയും ചെയ്യണം. സ്ഥലത്തിന് അഭിഷേകമുണ്ട്, സ്ഥലത്തിന് അഭിഷേകമുണ്ട്. എത്രയോ അനുഭവങ്ങൾ. ഞാൻ സമയമില്ല, അത് നമ്മുടെ സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു. എത്ര അവസരങ്ങൾ, അനുഭവങ്ങൾ മാറ്റി നിർത്തി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ചെവിയിൽ വിരലിട്ടു, തൊട്ടു. ഇതിനെ വിരലിട്ടെന്നറിയാമോ? എന്തിനാ? അവന് ഈ സ്പർശനം കൊടുക്കുകയാണ്. അവന് കണ്ടോ, ചെവിക്കകത്തോട്ട് വിരലിട്ടാൽ ഭയങ്കര സെൻസിറ്റീവായ ഒരു ഏരിയ ചെവി. അതുകൊണ്ട് ചെവിക്കകത്ത് ഇങ്ങനെ ഒരു സാധനം ഒന്നും ഇടരുതെന്ന് പറയുന്നത്. സെൻസിറ്റീവാണ്. അവിടെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടു. എന്തിനാണെന്നറിയാമോ? ഇവനെ ഈ കേൾക്കാൻ വയ്യാത്തവനും പറയാൻ വയ്യാത്തവനുമാണല്ലോ ഇവന്. അപ്പോൾ അവന് വൈകല്യം ഉണ്ടല്ലോ. ആ വൈകല്യം ഉള്ളവന് ഫീല് ചെയ്യണം, ഇത് കർത്താവ് എന്നോട് ഇടപെടുകയാണ്. അതിനെ ഇതല്ല ഈ കാര്യങ്ങളെല്ലാം ഫൂളിഷ്നെസ് എന്നാ തോന്നാവുന്ന കാര്യങ്ങളൊക്കെ ഈശോ ഇങ്ങനെ കാണിക്കുന്നത്. അതങ്ങനെയല്ലേ? ചിലപ്പോൾ വന്ന് തോണ്ടും, ചിലപ്പോൾ വന്ന് കുത്തും, ചിലപ്പോൾ വന്ന് തട്ടും. ശരിയല്ലേ? അതങ്ങനെയാണ്. ഓരോരുത്തരോട് ഓരോ രീതിയിലാണ് ഇടപെടുന്നത്. ഭയങ്കര സയൻറ്റിസ്റ്റിനോട് അങ്ങനെ ഇടപെടണമെന്നില്ല. ഭയങ്കര പാവപ്പെട്ട ഒരുത്തനോട് ചിലപ്പോൾ അവനെ വന്ന് തോണ്ടും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അവൻ്റെ ചെവിയിൽ വിരലിട്ടു. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, തുപ്പി. അവനെ തുപ്പിയില്ല. എങ്ങനെ തുപ്പിയെന്നറിയോ? കൈ തുപ്പിക്കണം. ആരുടെ കയ്യിൽ? യേശുവിൻ്റെ കയ്യിൽ. യേശുവിൻ്റെ കയ്യിൽ തുപ്പി. യേശുവിൻ്റെ കയ്യിൽ തുപ്പിയിട്ട് ഈ തുപ്പലെടുത്ത് അവൻ്റെ നാവിൽ തൊട്ടു. നാവിൽ
ഇതാരുടെ തുപ്പലാണ്? ദൈവത്തിൻ്റെ, യേശുവിൻ്റെ, അല്ലേ? മനുഷ്യരൂപമെടുത്ത ദൈവത്തിൻ്റെ തുപ്പലാണ്. അതെടുത്ത് തൊട്ടു, മാറ്റി നിർത്തി, ചെവിയിൽ വിരലിട്ടു, തുപ്പി, കൈ തുപ്പി, ഈശോയുടെ കൈ തുപ്പി. ആ തുപ്പൽ കൊണ്ട് അവൻ്റെ നാവി തൊട്ടു. 4 കാര്യമായി. 5 സ്വർഗത്തിലേക്ക് 5 കാര്യം. മാറ്റി നിർത്തി, ചെവിയിൽ വിരലിട്ടു, തുപ്പി, നാവിൽ സ്പർശിച്ചു. ഓക്കെ, 4 കാര്യമായി. 5 സ്വർഗത്തിലേക്ക് നോക്കി. നിങ്ങളുടെ മനസ്സിൽ ഇത് കാണ്. ഒരാളോടാണ് ഈ ചെയ്യുന്നത്. ഭയങ്കര എക്സ്ട്രാവഗൻ്റായ ജസ്റ്റേഴ്സാണ്. ആഘോഷപൂർവമായ പരിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ ഇന്ന് ഒരുപാട് സമയമെടുക്കും എന്ന് ചിന്തിക്കത്തില്ല നമ്മൾ. ചില കാര്യങ്ങൾ എക്സ്ട്രാവഗൻ്റ് ആവണം. ദൈവം ചില കാര്യങ്ങൾ ആഘോഷമായിട്ടാണ് ചെയ്യുന്നത്, ആഘോഷമായിട്ട്. അപ്പം അതിനെല്ലാം സ്ഥാനമുണ്ട്. കണ്ടോ, അവനെ സ്വർഗത്തിലേക്ക് നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു? നെടുവീർപ്പിട്ടു. റോമർ 8:26 വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞൂടാ. അതുകൊണ്ട് അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് പ്രാർത്ഥിക്കും. അപ്പം ഇപ്പോൾ നെടുവീർപ്പിട്ടു. ആരാ ഇപ്പോൾ പ്രാർത്ഥിച്ചേ? ഈശോയുടെ അകത്തിരുന്ന് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചു. മാറ്റി നിർത്തി, ചെവിയിൽ വിരലിട്ടു, തുപ്പി, നാവിൽ സ്പർശിച്ചു, സ്വർഗത്തിലേക്ക് നോക്കി, നെടുവീർപ്പിട്ടു. എന്നിട്ട് പറഞ്ഞു, എഫാത്താ, തുറക്കപ്പെടട്ടെ. നിങ്ങളത് ആലോചിച്ച് നോക്ക്. ഇത് മുഴുവൻ ആഘോഷപൂർവമായ ജസ്റ്റേഴ്സാണ്. ആളുകളില്ല, ഓഡിയൻസ് ഇല്ല. മാറ്റി നിർത്തിയിട്ട് ഒരാളോട് ഇടപെടുകയാണ്. ഞാൻ എന്തിനാ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അറിയോ? ഇങ്ങനെ ആഗ്രഹിക്കണം കർത്താവിൻ്റെ അടുത്തു നിന്ന്. ഇങ്ങനെ ഇടപെടാൻ പറയണം. കണ്ണിൽ തൊട്ടാൽ പോരാ, കാതിൽ തൊട്ടാൽ പോരാ, നാവിൽ തൊട്ടാൽ പോരാ, ഉറക്ക സംസാരിച്ചാൽ പോരാ. കർത്താവേ, ആപാദ ചൂടം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്പർശനം തരണം. അപ്പോൾ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് മാധ്യസ്ഥം വഹിക്കുന്നു. അപ്പോൾ കർത്താവ് ഈസ് ടു ഫിസിക്കൽ, ഈ സാക്രമെൻ്റൽ, ഈ കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ കാതുകളും നാവും തുറന്നു എന്ന് യെശയ്യായിലൊരു പ്രവചനമില്ലേ? അവരുടെ കാതുകളും നാവും തുറന്നു. ഇപ്പോൾ വിജാതീയരുടെ കാതുകളും നാവും തുറക്കുകയാണ്. എഫാത്ത, അത് ഈ ബദിരൻ്റെ ചെവി തുറന്ന അല്ലിത്. വിജാതീയരുടെ ഹൃദയം യേശു ദൈവമാണെന്ന് മനസ്സിലാക്കാൻ അവൻ തുറന്നു കൊടുക്കുകയാണ്. അതിൻ്റെ അടയാളമായിട്ടാണ് ഈ മനുഷ്യനെ സുഖപ്പെടുത്തുന്നത്. ഇയാൾ പ്രതിനിധിയാണ്. വിജാതീയരുടെ ഹൃദയം തുറന്നു കൊടുക്കുകയാണ് കർത്താവ്. യേശു ദൈവമാണ് എന്ന് സ്വീകരിക്കുക. അതുകൊണ്ട് മിഷണറിമാർക്ക് ഞാനൊരു രഹസ്യം പറഞ്ഞു തരാം. ഒരു സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് ദേശം കർത്താവിന് വേണ്ടി കീഴടങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുറക്കപ്പെടാനുള്ള ഒരു താക്കോലുണ്ട്. ആ താക്കോലാണ് എഫാത്താ. ഈശോ പറഞ്ഞ വാക്കാ അത് പറഞ്ഞാൽ മതി, തുറക്കപ്പെടും. അതൊരു ബധിരൻ്റെ കാത് തുറന്നതാണ്. സുവിശേഷത്തിന് വേണ്ടി ആരുടെയെങ്കിലും കാത് തുറക്കപ്പെടുന്നില്ലെങ്കിൽ ഈ വാക്ക് പറയൂ, എഫാത്താ, തുറക്കപ്പെടും. കോളനിയിലൊക്കെ സുവിശേഷം പറയാൻ പോകുമ്പം എഫാത്താ പറഞ്ഞു, തുറക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ടതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങയെ ഞങ്ങൾ കർത്താവെ സ്നേഹത്തോടെ അവിടുത്തെ വചനം ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനും വിശ്വാസം വളർത്താനും കർത്താവെ ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് അനുരൂപമായി മാറാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.